അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെ അസുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അറേബ്യൻ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അറേബ്യൻ ബ്രെഡ് കസ്റ്റർഡ് പുഡിംഗ് ആണ് കേട്ടോ. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അതിലേക്ക് ഒരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 2 കപ്പിൽ ഞാനൊരു 3/4 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി 1/4 കപ്പ് പാലിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ ഞാൻ ആ പാലിലേക്ക് ഒരു 4 ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് പകുതിയായിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് എടുത്തിട്ട് ബാക്കി വന്ന ആ ഒരു പാലിൽ ഒരു 1/4 കപ്പ് പാൽ അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പാല് തിളയ്ക്കുന്ന സമയത്ത് ഈ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളച്ച പാടെ തന്നെ ഫ്ലെയിം ഓഫാക്കുക. ഇതങ്ങനെ കുറുകി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യം വരുന്നതിനനുസരിച്ച് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഫസ്റ്റ് കുറച്ച് കസ്റ്റർഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബ്രെഡൊന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പാത്രത്തിനനുസരിച്ച് കട്ട് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പൊന്നും ഇല്ലാതെ കട്ട് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ, ഫസ്റ്റ് ലെയർ ഈ ഒരു ബ്രെഡിൻ്റെ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര ലെയർ വേണോ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ പാത്രത്തിന് അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ 3 ലെയർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് ബ്രെഡൊക്കെ കണ്ടോ സൈഡൊക്കെ ഞാൻ ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കസ്റ്റർഡ് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചൂടാറാനൊന്നും നിൽക്കണ്ട. ആ ഒരു ചൂടോടെ തന്നെ കുറച്ച് കസ്റ്റർഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ച് എല്ലായിടത്തേക്കും ആക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ലെയർ ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ഇപ്പോൾ 3 ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പുഡിങ് ഞാൻ 3 ലെയറായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ആ ഒരു കസ്റ്റർഡിൻ്റെ ഇത് ഫുള്ളും ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഞാനിപ്പോൾ വെറുതെ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ. എന്നിട്ട് ഞാനത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചതേനു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബിസ്ക്കറ്റ് പൊടിച്ചിട്ടായാലും ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഞാനിപ്പം കുറച്ച് കാരമൽ ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ക്രിസ്റ്റൽസ് ആക്കിയിട്ടുണ്ടേനു. അങ്ങനെ അതാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഡെക്കറേഷനൊക്കെ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലും. സംഭവം പുഡിങ് അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഒരു 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡി ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ സെറ്റാവാൻ എന്തായാലും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പുഡിങ് അല്ലേ, തിരക്കൊട്ടാൻ പറ്റില്ലല്ലോ. പക്ഷെ ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് തന്നെ ധാരാളം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി പുഡിങ് റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.